പോലീസിനെ ബോംബെറിഞ്ഞ കേസിലെ ശിക്ഷാവിധി തടയണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ച് പയ്യന്നൂരിലെ LDF സ്ഥാനാർത്ഥി VK നിഷാദ്. ഹർജിയിൽ പ്രോസിക്യൂഷന് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. ഡിസംബർ 8-നകം മറുപടി നൽകണമെന്നാണ് നിർദ്ദേശം. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ചേരുന്നു. വിഷ്ണു, പയ്യന്നൂരിലെ LDF സ്ഥാനാർത്ഥിയുടെ വിഷയത്തിൽ അദ്ദേഹം നാമനിർദ്ദേശ പത്രിക നൽകിയതിനു ശേഷമാണ് വിധി വന്നത് എന്നതുകൊണ്ട് മത്സര രംഗത്ത് തുടരാം എന്നായിരുന്നു നേരത്തെ ഉയർന്ന അഭിപ്രായം. ഇപ്പോൾ ആ വിധി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രതിഭാഗം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നതെന്നാണ് അറിയുന്നത്. എന്തൊക്കെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? ദിലീപ്, നിഷാദിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് അവിടെ വലിയ പ്രചരണം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നുണ്ട്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ശിക്ഷാവിധി തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിഷാദ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. 20 വർഷം തടവ് ശിക്ഷയെ തുടർന്ന് ജയിലിൽ കഴിയുകയാണ് VK നിഷാദിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. പയ്യന്നൂർ നഗരസഭയിൽ 46-ാം വാർഡിലാണ് നിഷാദ് മത്സരിക്കുന്നത്. പ്രോസിക്യൂഷന്റെ വാദങ്ങൾ കൃത്യമായി കീഴ്ക്കോടതി പരിഗണിച്ചില്ല തുടങ്ങിയ വാദങ്ങളാണ് ഇപ്പോൾ നിഷാദ് നൽകിയിരിക്കുന്ന ഹർജിയിൽ പറഞ്ഞിട്ടുള്ളത്. 8-ാം തീയതിക്കുള്ളിൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മറുപടി നൽകാനാണ് നിർദ്ദേശം. അതിലൊരു തീരുമാനം 8-ാം തീയതിയോടുകൂടി തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദിലീപ്, വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.